ഹലോ ഫ്രണ്ട്സ്, നമുക്ക് SQL സെർവറിൽ എങ്ങനെയാണ് ഒരു ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യുന്നത് നോക്കാം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ SQL സെർവറിൽ പോവാം. നിങ്ങൾക്ക് വേണമെച്ചാൽ മൈക്രോസോഫ്റ്റിൻ്റെ സൈറ്റ് പോയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇവിടെ പുതിയ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരുമ്പോൾ ഞാൻ മനസ്സിലാക്കി വീഡിയോ ചെയ്ത് ഇപ്പോൾ ഉള്ള സിസ്റ്റത്തിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ജസ്റ്റ് നമുക്ക് SQL സെർവർ 2014 ആണ് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ ഓപ്പൺ ചെയ്ത് തരും. അതിൽ ആദ്യത്തെ സെർവർ ടൈപ്പ് ഇത് വെച്ചിട്ടാണ്, ഇവിടെയാണ് നമ്മൾ ഡാറ്റാബേസും കാര്യങ്ങളൊക്കെ ഇവിടെയാണ് ഇത് വെച്ചിട്ടാണ് ഡാറ്റാബേസ് എൻജിൻ വെച്ചിട്ടാണ് സ്റ്റോർ ചെയ്യുന്നത്. പിന്നെ ബാക്കിയുള്ള അനാലിസിസ് സർവീസസ്, റിപ്പോർട്ടിംഗ് സർവീസസ്, ഇൻഡക്ഷൻ, ഇതൊക്കെ SQL സെർവറിൻ്റെ അഡീഷണൽ ഫീച്ചേഴ്സ് ആണ്. ഓക്കെ, ഇത് നമുക്ക് വൺ ബൈ വൺ ആയിട്ട് ലേറ്റർ വീഡിയോയിൽ നമുക്ക് നോക്കാം. ഇത് നമ്മൾ എങ്ങനെയാണ് ഒരു ഡാറ്റാബേസ് ഉണ്ടാക്കുന്നതെന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമ്മൾ സെർവർ ടൈപ്പ് ഡാറ്റാബേസ് എഞ്ചിനാണ്. ഇനി ഇവിടെ വെച്ചിട്ട് നമ്മുടെ സെർവർ നെയിം ഇപ്പോൾ ഡിഫോൾട്ടായിട്ട് നമ്മുടെ സിസ്റ്റത്തിൽ നമ്മുടെ ലോഗിൻ്റെ കാര്യങ്ങളാണ് നടക്കുന്നത്. ഇത് നമ്മൾ ഇത് വെച്ചിട്ട് നമ്മുടെ ലോക്കൽ സിസ്റ്റം നമുക്കിവിടെ ആക്സസ് ചെയ്യാം. ഇതെല്ലാം നമ്മൾ നെറ്റ്വർക്കിൽ വേറെ സിസ്റ്റമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഡാറ്റാബേസുകൾ നടക്കേണ്ടത് നമുക്ക് ഇത് ത്രൂ നമുക്ക് ബ്രൗസ് മോർ അടിച്ചിട്ട് നമുക്ക് മറ്റുള്ള സിസ്റ്റമായിട്ട് കണക്ട് ചെയ്യാം, ഡാറ്റാബേസുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാം. പിന്നെ ഇതിൽ ഓതൻറ്റിക്കേഷൻ ടൈപ്പ് വരുന്നുണ്ട്. ഓതൻറ്റിക്കേഷൻ ടൈപ്പ് വിൻഡോസ് ഓതൻറ്റിക്കേഷൻ ആണെങ്കിൽ നമുക്കതിൻ്റെ ഡിഫോൾട്ടായിട്ട് നമ്മൾ സിസ്റ്റത്തിൻ്റെ യൂസർ നെയിം വെച്ചിട്ട് അതിൽ നമുക്ക് ലോഗിൻ ചെയ്യാൻ കഴിയും. ഇനി അതല്ല നമ്മൾ SQL സെർവർ ഓതൻറ്റിക്കേഷൻ ആണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ SQL സെർവർ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ യൂസ് ചെയ്തിട്ടുള്ള യൂസർ നെയിം പാസ്വേഡ് ഉണ്ടാവും, അത് വെച്ചിട്ട് നമുക്ക് ലോഗിൻ ചെയ്യാൻ കഴിയും. അപ്പോൾ ജസ്റ്റ് ഞാൻ ലോഗിൻ പാസ്വേഡ് പറഞ്ഞു കൊടുത്ത് ജസ്റ്റ് കണക്ട് ചെയ്യും. സോ നോ ഇറ്റ് ഈസ് കണക്റ്റഡ് ടു എവിടേക്ക് SQL സെർവർ കണക്ട് ആയിട്ടുണ്ട്. നമുക്കിവിടെ കണ്ടോ, ഇവിടെ ഫസ്റ്റ് ഡാറ്റാബേസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഓപ്ഷൻ കാണുന്നുണ്ട്. നമുക്കതിലൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ അപ്പോൾ ഡാറ്റാബേസിൻ്റെ അതിൻ്റെ എക്സ്പാൻഡ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ ഫസ്റ്റ് കാണുന്നത് അതിൻ്റെ സിസ്റ്റം ഡാറ്റാബേസസ്. SQL സെർവർ ഓട്ടോമാറ്റിക്കായിട്ട് SQL സെർവർ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ തന്നെ അതിൽ ഓട്ടോമാറ്റിക്കായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള 4 ടൂൾസ് ഉണ്ട്. മാസ്റ്റർ, മോഡൽ, MSDB, TimeDB, സിസ്റ്റം ഡാറ്റാബേസസ് ഓട്ടോമാറ്റിക്കായിട്ട് SQL സെർവർ റൺ ചെയ്യുമ്പോൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇൻസ്റ്റാൾ ആക്കും. ഓക്കെ, പിന്നെ വരുന്നത് നമുക്ക് ഡാറ്റാബേസുകളാണ്. അപ്പോൾ നമുക്ക് ഇവിടെ വെച്ചിട്ട് ഒരു ഡാറ്റാബേസ് നമുക്ക് ക്രിയേറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ ഓക്കെ അപ്പോൾ ഒരു ഡാറ്റാബേസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യണം വെച്ചാൽ ആദ്യം നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ വെച്ചിട്ട് ജസ്റ്റ് ന്യൂ ഡാറ്റാബേസ്, അല്ലെങ്കിൽ നമുക്ക് ഇൻ്റർഫേസ് ത്രൂ ഡാറ്റ ക്രിയേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇതിൽ കാണുന്ന ന്യൂ ക്വറി എന്നുള്ള വെച്ചിട്ട് നമുക്ക് ഓപ്പൺ ക്രിയേറ്റ് ചെയ്യാൻ കഴിയും. വെച്ചിട്ടാണ് നമ്മൾ ക്വറികളൊക്കെ ചെയ്യുന്നത്. ഈ ന്യൂ ക്വറി വെച്ചിട്ടാണ് ജസ്റ്റ് ഇൻ്റർഫേസ് വഴി നമുക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം ഡാറ്റാബേസ്. നമുക്ക് പറഞ്ഞു കൊടുക്കാം സാമ്പിൾ ഡാറ്റ. സാമ്പിൾ DB ഒരു ഡാറ്റാബേസ് ഉണ്ടാക്കുമ്പോൾ തന്നെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ അതിന്
രണ്ട് തരത്തിലുള്ള ഫയലുകൾ ഉണ്ടാവും. ഒന്ന് MDF ഫയലും ഉണ്ടാവും, ഒന്ന് അതിൻ്റെ ലോഗ് ഫയൽസും ഉണ്ടാവും. ഈ ഫയലിൻ്റെ പാത്തുകൾ നമുക്ക് ഇവിടെ വെച്ച് മാറ്റി കൊടുക്കാൻ കഴിയും. ഓക്കെ, ഞാൻ ഒരു സാമ്പിൾ ഡെമോ DBs നമുക്ക് ഫോട്ടോ ഉണ്ടാക്കി ആ ഫോൾഡറിലേക്ക് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം. സെയിം പാത്ത് തന്നെ നമ്മൾ ലോഗ് ഫയലും കൊടുക്കും. ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് MDF ഫയലും ലോഗ് ഫയലും ഉണ്ടാവും. ഓക്കെ, ജസ്റ്റ് സാമ്പിൾ DB ഒന്ന് ചെയ്യാം. ജസ്റ്റ് വേണം അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ നോക്കൂ, സാമ്പിൾ DB ജസ്റ്റ് ഒന്ന് റിഫ്രഷ് ചെയ്യാം. സാമ്പിൾ DB ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സാമ്പിൾ DBയുടെ ഉള്ളിൽ തന്നെ ഒരുപാട് ഡാറ്റകളുണ്ട്. ഡാറ്റ ഡയഗ്രാംസ്, ടേബിൾസ്, വ്യൂസ്, ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ ടേബിൾസിലാണ് എനിക്ക് ഡാറ്റകളൊക്കെ സ്റ്റോർ ചെയ്യുന്നത്. ഈ ടേബിൾസ് എന്ന് പറഞ്ഞാൽ ഇവിടെയൊക്കെ നമുക്ക് യൂസർ ഡിഫൈൻഡ് ആയിട്ട് ടേബിൾസ് ക്രിയേറ്റ് ചെയ്യാൻ കഴിയും. ഓക്കെ, ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഇപ്പോൾ നമ്മൾ ഇന്റർഫേസ് വഴി ഒരു ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യാൻ നോക്കി. ഓക്കെ, നമ്മൾ ഈ ഇന്റർഫേസ് വഴി തന്നെ നമുക്ക് ഈ ഡാറ്റാബേസിനെ എങ്ങനെ നമുക്ക് റീനെയിം ചെയ്യാൻ നോക്കാം. ഓക്കെ, അപ്പോൾ അതിനെ ജസ്റ്റ് നമ്മൾ ഇതിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ജസ്റ്റ് റീനെയിം. അപ്പോൾ ജസ്റ്റ് നമുക്ക് ആ ഡാറ്റാബേസ് റീനെയിം ചെയ്യാൻ കഴിയും. അല്ലേ, ഇന്റർഫേസ് ത്രൂ നമുക്കത് റീനെയിം ചെയ്യാം. നമുക്ക് വേണ്ടത്, നമ്മൾ ഇപ്പോൾ ഈ ഡാറ്റ ഉണ്ടാക്കിയിട്ടുണ്ടോ, ഇതിൻ്റെ എച്ചിലുള്ള ഫോൾഡറിൽ എന്താണ് ഡാറ്റ ഉള്ളത് നോക്കാം. ലോഗ് ഫയൽ നമ്മളവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടല്ലോ. ഇത് നോക്കി നോക്കൂ, ഇതിൽ ഇപ്പം നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഡാറ്റാബേസിൻ്റെ സാമ്പിൾ DB.MDFും സാമ്പിൾ DB.log ഫയൽസും ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു ഡാറ്റാബേസ് നമുക്ക് ഡിലീറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് ഇന്റർഫേസ് വഴി എങ്ങനെ ചെയ്യാൻ നോക്കാം. ആദ്യം നമ്മളിവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്യുക ഡാറ്റാബേസിൽ, എന്നിട്ട് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക ഡിലീറ്റ്. ജസ്റ്റ് this also just take a close all existing connection. Okay, അതെന്താണെന്ന് വെച്ചാൽ നമ്മളിവിടെ എന്തെങ്കിലും വിൻഡോ ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഈ ഡാറ്റാബേസ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ക്ലോസ് ചെയ്യണം. ഓക്കെ, നമ്മളിപ്പോൾ ആ ഡാറ്റാബേസ് ജസ്റ്റ് റിഫ്രഷ് ചെയ്ത് നോക്കിയാൽ ഓക്കെ, സാമ്പിൾ DB ഇല്ല. അപ്പോൾ നമ്മൾ ഇത് ത്രൂ നമുക്ക് ഈ ഇന്റർഫേസ് വഴി നമുക്ക് നമ്മളിപ്പോൾ ചെയ്തതാണ്. ഇനി നമുക്ക് ഇതേ സംഗതികൾ നമുക്ക് ഈ കുറി വെച്ചിട്ടൊന്ന് ചെയ്ത് നോക്കി നോക്കാം. കുറി അടിക്കാം, ക്രിയേറ്റ് SQL കുറികളാണ് ഡാറ്റാബേസ് സാമ്പിൾ DB. ഓക്കെ, കണ്ടോ ഇവിടെ ജസ്റ്റ് മെസ്സേജ് പറയാം, കമാൻഡ്സ് കംപ്ലീറ്റഡ് സക്സസ്ഫുള്ളി. ഡാറ്റാബേസ് ജസ്റ്റ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് റിഫ്രഷ് ചെയ്ത് നോക്കി നോക്കാം. ഇവിടെ കാണുന്നില്ല, ജസ്റ്റ് ഇവിടെ വെച്ചിട്ടൊന്ന് റിഫ്രഷ് ചെയ്ത് നോക്കാം.
സാമ്പിൾ ഡി ബി ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെ ക്വറികളിലൂടെ നമുക്ക് ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഈ ഡാറ്റാബേസ് നമുക്ക് ആൾട്ടർ ചെയ്യാന്ന് വെച്ചാൽ ആൾട്ടർ ഡാറ്റാബേസ് വൺ സിൻടാക്സ് ആണ്, അതിനെക്കുറിച്ച് സിൻടാക്സ് ആണ് ആൾട്ടർ ഡാറ്റാബേസ് ഡി ബി എന്താ സാമ്പിൾ ഡി modify name sample db new. Okay, next the database name sample db new has been set. നമ്മളിവിടെ കാണുന്നില്ല, നമ്മൾ ഈ ഡാറ്റാബേസ് ഇവിടെ വെച്ച് ക്ലിക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് റിഫ്രഷ് ചെയ്ത് നോക്കൂ. ഡാറ്റാബേസിന്റെ നെയിം മാറിയിട്ടുണ്ട് അല്ലേ, ഡാറ്റാബേസ് സാമ്പിൾ ഡി ന്യൂ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ക്വറി ത്രൂ തന്നെ നമുക്ക് ആ ഡാറ്റാബേസിനെ ഡിലീറ്റ് ചെയ്യണം. അതിന് ഉപയോഗിക്കുന്ന കമാൻഡാണ് ഡ്രോപ്പ്. നമ്മൾ ഡാറ്റാബേസ് ടേബിൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒബ്ജക്റ്റുകളൊക്കെ ഡിലീറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന കമാൻഡാണ് ഡ്രോപ്പ്. ഡ്രോപ്പ് ഡാറ്റാബേസ്. ഇപ്പൊ നമ്മൾ കൊടുക്കേണ്ടത് ഈ പുതിയ നെയിം സാമ്പിൾ ഡാറ്റാബേസ് നെയിം. കമാൻഡ് സക്സസ്ഫുള്ളി. ഇവിടെ റിഫ്രഷ്, ഇവിടെ എഫക്റ്റ് വരണം വെച്ചാൽ ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ജസ്റ്റ് റിഫ്രഷ്. സാമ്പിൾ ഡി ബി ന്യൂ സാമ്പിൾ ഡി ന്യൂ ഡിലീറ്റ് ആയിട്ടുണ്ട് അല്ലേ. സോ ഇങ്ങനെയാണ് നമുക്ക് ക്വറി വെച്ചിട്ട് നമുക്ക് ഡാറ്റാബേസുകൾ ക്രിയേറ്റ് ചെയ്യാനും നമുക്ക് സാധിക്കും. കുറച്ചും കൂടെ സിൻടാക്സുകളൊക്കെ ഉണ്ട്, അതൊക്കെ നമുക്ക് ജസ്റ്റ് ഗൂഗിൾ ചെയ്താൽ നമുക്ക് അറിയാൻ പറ്റുന്നത് ബേസിക്സ് ആണ്. ഓക്കെ, താങ്ക്സ്. ഹാപ്പി കോഡിങ്. ഓക്കെ.